നിനക്ക് പരിഹാരം ഉണ്ടാക്കാൻ നീ ഉണ്ടാക്കണം ഉണ്ടാക്കാം. കത്ത് മലയാളത്തില. ഇവിടെ ഉള്ള ഏതോ നാടി മലയാളിയാണ് വേണ്ടിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഞാൻ കണ്ടുപിടിച്ചതാ. ഇനി തെരുവിന്റെ ചാരിത്രത്തിന്റെ ഉത്തരവാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു പോകാൻ അവകാശമില്ല. ഇന്നാമത്തെ അതിന്റെ പ്രായമൊക്കെ. മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാതെ ഇക്കാര്യത്തിൽ എനിക്ക് താഴെയും സംശയമില്ല. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു വെളിയായിരിക്കും കുഴപ്പമില്ല. പക്ഷേ നേരം സാറിന് കേട്ടത് നേരം സാറിന് ഈ സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധന അങ്ങോട്ട് എഴുതുമായിരുന്നേ. ഏതോ വിവരം കിട്ടും. ഇപ്പോഴും സമയം കിട്ടുന്നു. സാർ അങ്ങനെ പറയും. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമയാൻ കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നെങ്കിലും പ്രേമയായിട്ട് വഴി അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടു മണിക്കൂർ ഒരുമിച്ച് ചെറിയ താമസിക്കണ്ട. വളരെ അല്ല ഇതൊരു ഇല്ല. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില ജീവന്മാരെയൊക്കെ എനിക്ക് താമസമുണ്ട്. പുതുതായി വന്നത് ഞാൻ അതിന് തയ്യാറായിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നു. അല്ല അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോകാൻ പറ്റുന്നുണ്ടല്ലോ. ഈ മര്യാദ പോകാനേ വഴി ഇതുമല്ല. എന്ത് കാര്യം തള്ളുന്നത്? എന്റെ തുമ്പപ്പൂവിനെ ഇനി കൊടുക്കാൻ വേണ്ടി ഏത് തയ്യാറാക്കി വെച്ചിരിക്കാമല്ല. കുഞ്ഞുങ്ങളെ നീ ഇത്തരക്കാരനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ താമസിക്കുകയായിരുന്നു. അതും കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് കത്തെഴുതാൻ എനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നു? അത് ഞാൻ അവർക്ക് അത് പിന്നെ ഞാൻ അത് പറയാം. അവർക്ക് എഴുതുന്നത് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നെ പഠിച്ചു കൊടുക്കരുത്. നാട്ടുകാരുതാ ഞാൻ എന്നാലും ഞാനിപ്പോ ഉണ്ടാക്കിയെടുത്ത് എന്റെ പേര് ഞാൻ ജന്മം താമസിക്കില്ല. ഇനി
ഇതിന്റെ സ്വന്തം അച്ഛൻ പോലും കത്തെഴുതുന്നത് ഞാൻ എഴുതാനില്ല. ഈ ഓഫീസിൽ വെച്ചല്ലാതെ ഞാൻ പേര് തുറക്കില്ല. ഓക്കെ, എനിക്കൊരു 50 രൂപ വേണം. സാരമില്ല, 100 പല ചിലവുകളുള്ളതാണ്. ഈ രഹസ്യങ്ങൾ ഇവിടുത്തെ അകത്ത് കുറഞ്ഞവരൊക്കെ വീഴ്ചക്ക് കൊടുക്കാവുന്ന വിഷയങ്ങൾ പിന്നെ നമ്മൾ തിരിച്ചെടുത്ത പോരാ പാർട്ടി വീട്ടിലേക്കുള്ള സംഭാവന രണ്ടും വിശദീകരിക്കുകയാണ്. പിന്നെ എന്റെ പ്രത്യേകമായ അച്ഛന്റെ തുറന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാണ്. ആ നമ്പർ ഔസപ്പേ, ഈ എക്സിക്യൂട്ടീവ് ഏരിയയുടെ തൊഴിൽമാസം ഒന്നും ഇവിടെ നടത്തില്ല. Can I speak to PWD Minister? I am Mr. Marcia. Minister's last stage. Minister சார் கான்ஃபரன்ஸ் நடத்திட்டு இருக்கேன். அது பரவாயில்ல, மினிஸ்டர் கூப்பிடலாம், சொல்லுங்க. கான்ஃபரன்ஸ் பரவாயில்லையா? எந்த இடம் நினைச்சிருக்கீங்க? முத்துகிருஷ்ணன் எப்ப வரும்? மினிஸ்டர் பேசுறத கூப்பிடுறது யாரா நீ? என்ன பத்தி அவன் நிறைய சொல்லியிருக்க. அவனா உன்னை பற்றி சொல்லலாம். சுற்றி யாரா நீ? அவன் மதிப்பு கேட்டா சார் வீட்டுல வந்துட்டு டைம் கிடைக்கிறதா? நீ எங்கிருந்து பேசுறது? சொந்த விஷயம் கிடையாது. அவன் என்ன நினைச்சிருக்கு? திருச்சியில நிறைய இடத்துல வாழ்வு தமிழை கொடுக்கலே. என்ன உடனடியாக நடவடிக்கை எடுக்க சொல்லு. சரி பண்றையா? நான் நேரடியா இருந்தவன் வந்து கேட்கிறேன். சும்மா வேண்டாம், பார்ட்டி வந்து ஜாயின் பண்ணுவேன். என்ஜினியர் இல்ல, இன்ஜினியரிங் ஒண்ணுமே பண்ணல. அதுதான் பேசிட்டு இருக்கேன். நீங்க பிரச்சனை இருக்கு. முத்துகிருஷ்ணன் வந்தா திருமணம் சொல்லுங்க. நான் நேரடியா இருந்தவன். உங்க பேரு ராஜபாட்டிக்கு ராஜமாணிக்கும் அப்பா சொல்லுங்க. ஓகே, பாய் பாய். மூப்பரோட லைஃப் அன்வேஷன் அவன் லவ்வேரோட ഏതായിരുന്നു സാക്ഷി? ഏതായിരുന്നു ഞാൻ തന്നെ മുത്തുകൃഷ്ണ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണേ. കുട്ടിക്ക് നേരിട്ടെ. ഓക്കെ, കുടിക്കാൻ തന്നെ കൂട്ടുകാരൻ ശരിക്കും PWD ലിസ്റ്റ് കൂടെ പഠിച്ചോ? വെള്ളത്തിൽ ചുമ്മിക്കാൻ പോവുകയായിരിക്കും. നമ്മൾ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല. ഞാനൊന്നും എവിടെ വന്നോ ഒന്നും കുട്ടിക്കറിയില്ല. എങ്കിലും ഒരു സത്യം പറയണം മാത്രമുണ്ട്. ഞാനിവിടെ കാലുകുട്ടിയാണ്. ഇവിടെ വളരെ നാളുകൾക്ക് ശേഷം അതായത് ചില സ്ഥലത്ത് ചില ദൂരം വരുന്ന കൂട്ടം പറഞ്ഞല്ലേ. അതെ, ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യം. അന്ന് മഴയത്ത് ഒരു പാത്രം വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്ന ചിന്തയെ കണ്ടപ്പോൾ എനിക്കത് വലിയ വിഷമം. മനസ്സിലെവിടെയുണ്ട് ഇവിടെ പൈപ്പിലേക്ക് വെക്കണമെന്ന് ഞാൻ ദുരനിശ്ചയമെടുത്തത്. അതുകൊണ്ട് ചെറുതായിട്ട് സംസാരിക്കുകയായിരുന്നല്ലേ? അല്ലാതെ വേണ്ട. പൊതുവായിട്ട് സംസാരിച്ചാൽ നിനക്ക് ചീത്ത പേരുണ്ടാകും. അവള് പ്രീതിയിലേക്ക് പഠിക്കുന്ന സമയത്ത് ഭയമായി
നാട്ടുകാരറിഞ്ഞ് ആകെ